നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്നുള്ളത് ചെറിയ പ്രായം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു പോലീസുകാരനാവണം, എനിക്കൊരു പട്ടാളക്കാരനാവണം, എന്റെ കയ്യിൽ തോക്ക് വേണം. നിഷ്കളങ്കമായ ഒരു മനസ്സിന്റെ ആഗ്രഹമായിരുന്നു അതൊക്കെ. എന്നാൽ ആ ആഗ്രഹം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആയിരക്കണക്കിന് യുവാക്കള് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. ഓരോ പോലീസിന്റെ ലിസ്റ്റ് വരുന്ന സമയത്തും ഓരോ കോൺസ്റ്റബിൾ ലിസ്റ്റ് വരുന്ന സമയത്തും നമ്മൾ കാണുന്ന സമരങ്ങളൊക്കെയും അതിന്റെ ഭാഗമാണ്. എങ്ങനെയെങ്കിലും ഒരു സേനയിൽ കയറി പറ്റുക എന്നുള്ളത് ഒരുപാട് യുവതി യുവാക്കളുടെ വലിയ ആഗ്രഹം തന്നെയാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ അറിയാതെ പോകുന്ന ഒരു ലക്ഷത്തിൽ പരം വേക്കൻസികളെ പറ്റി എനിക്ക് ഇന്ന് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഇത്തരത്തിലൊരു ആഗ്രഹമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ആവണമെന്നില്ല, നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആവാം, നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ ബ്രദേഴ്സ് ആവാം, സിസ്റ്റേഴ്സ് ആവാം, ആരെങ്കിലും തന്നെ ആയിക്കോട്ടെ, അവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുന്നുള്ളതിൽ നിങ്ങൾ സംശയിക്കേണ്ട. കാരണം അവർക്ക് ഇങ്ങനെ പരീക്ഷകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പരീക്ഷകൾ എഴുതാനും ഇത്രയും അവസരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളതും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായ യാതൊരു ധാരണയും ഇല്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അവിടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളുമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വേക്കൻസികൾക്ക് വേണ്ടി കോമ്പറ്റീഷനിൽ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ മലയാളികൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. അതും നമ്മുടെ കുട്ടികൾ തന്നെയാണ് അവിടെ കോമ്പറ്റീഷനിൽ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കേന്ദ്ര സേനകൾ? ഈ കേന്ദ്ര സേനകളിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും? എത്രത്തോളം വേക്കൻസികൾ ഉണ്ട്? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? തുടങ്ങിയത് വളരെ ചെറിയ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനും മറന്നുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ചിലപ്പോൾ അയാളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ മറ്റൊരാളുടെ ജീവിതം കൂടി മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ യുവാക്കളേക്ക് തേടുന്ന കേന്ദ്ര സേനകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണോ നമുക്ക് ആദ്യം നോക്കണം, എന്നിട്ടല്ലേ അതിന്റെ പരീക്ഷയിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ഏതൊക്കെയാണ് ആ കേന്ദ്ര സേനകൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ലിസ്റ്റ് പറഞ്ഞുതരാം. ആ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇനി ആരെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ശരി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ഈ റൈറ്റ് സൈഡിലുള്ളത് നിങ്ങൾ തൽക്കാലം നോക്കണ്ട. ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളെ പറ്റി പറഞ്ഞുതരാം, റൈറ്റ് സൈഡിലുള്ള ആളുകളെ പറ്റി ഞാൻ അവസാനം പറഞ്ഞുതരാം. അതില് ആദ്യത്തെ ആളാണ് BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളെ ഇന്ത്യയുടെ ആദ്യത്തെ ലൈൻ ഓഫ് ഡിഫൻസ് ആണ് അല്ലെ, ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവൻ തന്നെ കാത്തു സൂക്ഷിക്കുന്ന ധീരരായിട്ടുള്ള BSF ജവാന്മാരെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ BSFന് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന നമ്മളെ കേരള പോലീസിനുള്ള സബ് ഇൻസ്പെക്ടർ പോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട്. ഈ രണ്ട് പോസ്റ്റുകളുണ്ട്. രണ്ട് പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് പരീക്ഷകൾ നടക്കാറുണ്ട്. പിന്നെ BSFന് വേണ്ടി മാത്രമായിട്ട് ഒരു ഹെഡ് കോൺസ്റ്റബിൾ പരീക്ഷയും നടക്കാറുണ്ട്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞുതരാം. ഇനി CRPFന്റെ അവസ്ഥ തന്നെയാണ്. CRPF നമുക്കറിയാം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്, കേന്ദ്ര സർക്കാരിന്റെ പോലീസാണ് CRPF. അപ്പൊ CRPFന് ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോൺസ്റ്റബിളും പരീക്ഷ നടക്കാറുണ്ട്. ശരി, പിന്നെ ഉള്ളത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയും. CISF ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റൈലൻ പോസ്റ്റ് ആണ് CISF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറും ഉണ്ട്, കോൺസ്റ്റബിളും ഉണ്ട്. ഈ രണ്ട് വേക്കൻസികളാണ് അവിടെ. ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഉള്ളത് ITBP ആണ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. അത് കഴിഞ്ഞാല് ആസാം റൈഫിൾസ് ഉണ്ട്, പിന്നെ SSB ഉണ്ട്, പിന്നെ ഡൽഹി പോലീസ് ഉണ്ട്. ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഇതിൽ എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഒരാളാണ് RPF. RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. നമ്മൾ എന്താ പറയാ, റെയിൽവേ പോലീസ് എന്ന് അല്ലെ. അപ്പൊ ഈ റെയിൽവേ പോലീസ് ആവാനും നിങ്ങൾക്ക് സെപ്പറേറ്റ് പരീക്ഷയുണ്ട്. അതിനെ പറ്റിയും അതിലുള്ള മാറ്റങ്ങളെ പറ്റിയും ഞാൻ ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ RPFനും എന്തുണ്ട്, സബ് ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പൊ ഇത്രയും പോസ്റ്റുകൾക്ക്, ഇത്രയും കേന്ദ്ര സേനകൾക്ക് എന്തൊക്കെയുണ്ട്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട്. ഇതിനൊക്കെയുള്ള പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ പരീക്ഷയാണ് SSCGD. എന്തുകൊണ്ടാണ് ഞാൻ SSCGD ഒന്നാമത്തെ പരീക്ഷയായി എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. കാരണം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ജോലിയിലേക്ക് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് ജോലി നൽകിയിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ അത് റെയിൽവേ അല്ല, അത്
SSC ആണ്. SSC എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു PSC പോലെ, നമ്മുടെ കേരളത്തിലെ PSC പോലെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ്. ഈ SSCയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നത് GD പരീക്ഷയ്ക്കാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷം മാത്രം നടന്ന കാര്യമല്ല, കഴിഞ്ഞ 3-4 വർഷമായിട്ട് എല്ലാ വർഷവും 50,000 വേക്കൻസി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 50,000 വേക്കൻസി ഈ പറയുന്ന SSC GD പരീക്ഷ വഴി കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തവണയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 50,000-ത്തിലധികം വേക്കൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ന്യൂസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഈ സോഴ്സുകളെല്ലാം പറയുന്നത് വേക്കൻസി ഇത്തവണ ഒരുപാട് കൂടാനാണ് സാധ്യത. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇത്. കാരണം എന്താന്ന് വെച്ചാല് ഈ വരുന്ന നവംബർ മാസത്തിൽ, അതായത് ഇനി ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ നവംബർ മാസമാണ്. ഈ നവംബർ മാസത്തിലാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എക്സാം നടക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലാണ്, ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പൊ ഏകദേശം ഒരു 5 മാസം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുന്നിലുണ്ട്. ഈ 5 മാസം കൊണ്ട് നമുക്ക് പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണോ SSC GD? അതെ. നിങ്ങൾ മറ്റു പരീക്ഷകൾ എഴുതുന്ന പോലെ 3-4 വർഷം റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടല്ല SSC GD മിക്കവരും ക്ലിയർ ചെയ്യുന്നത്. ഭൂരിഭാഗം കുട്ടികളും ഇത് ക്ലിയർ ചെയ്യുന്നത് ഒരു 5 മാസത്തെ കഠിനമായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ആ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ആയിരക്കണക്കിന് കുട്ടികളാണ്, കേരളത്തിലുള്ള ആയിരക്കണക്കിന് കുട്ടികളാണ് നമ്മളെ യൂട്യൂബ് ചാനൽ നോക്കി ഈ SSC GDക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ഒരുപാട് കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ എങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്? ഒരു ടയർ 1 ഒരു പരീക്ഷ ഉണ്ടാവും, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു എക്സാം എഴുതേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന്റെയും കമ്പ്യൂട്ടർ ടെസ്റ്റിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അവസാനത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഈ 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇവിടുത്തെ സാലറി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഏതൊരു ജോലിയാണെങ്കിലും സാലറിയും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. 21,000 ആണ് ബേസിക് പേ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അത് മുന്നോട്ട് പോകുന്നതോറും കൂടിക്കൊണ്ട് 69,000 വരെ പോകും. ഇത് ബേസിക് പേ ആണ് കേട്ടോ. ബേസിക് പേ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന സാലറി അല്ല, അതിന്റെ കൂടെ അലവൻസുകൾ കൂടെ ചേരുമ്പോഴാണ് നിങ്ങളെ കയ്യിലേക്ക് ഒരു സാലറി കിട്ടുന്നത്. അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സർക്കാർ ജോലിയിനേക്കാളും മികച്ച ഒരു സാലറി ഇവിടെ കിട്ടും. പിന്നെ ഒരു പ്രത്യേകത, ഇത് 10th ലെവൽ പരീക്ഷയാണ്. വെറും 10ാം ക്ലാസ് ലെവൽ മതി. ഓക്കെ, അപ്പോ നിങ്ങൾ ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾ +2 ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾ 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ പരീക്ഷ എഴുതാം. ഈ 5 മാസം വളരെ സ്ട്രോങ് ആയിട്ട് ആരൊക്കെയാണോ പഠിക്കുന്നത് അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് SSC GDനെ പറ്റിയും. 50,000-ത്തിലധികം, ഞാൻ ഈ തവണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 60,000-ത്തിനും അതുപോലെ തന്നെ 80,000-ത്തിനും ഇടയിലുള്ള ഒരു വേക്കൻസി ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ഈ ഒരു വേക്കൻസി അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളത് ഓർത്തോളാം, എന്ന് പഠിച്ചു തുടങ്ങിക്കോളാം. ശരി, രണ്ടാമത്തെ ഒരു പരീക്ഷ, അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് SSC GD പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ഓൺലൈൻ കോഴ്സ് കഴിയാനായിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മുടെ കോഴ്സ്, ഈ വർഷത്തെ രണ്ടാമത്തെ കോഴ്സ് ഒരു ബാച്ച് ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അവർക്ക് റിവിഷനിലേക്ക് കടക്കാണ്. ഇപ്പൊ രണ്ടാമത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫീസിലാണ് 4,000 രൂപ ഫീസിലാണ് നമ്മളെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുക. നിങ്ങൾക്ക് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഈ ക്ലാസ്സുകളൊക്കെ കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആ കോൺഫിഡൻസിൽ പറയാൻ കാരണം കഴിഞ്ഞ ഞാൻ ഈ പറഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരുപാട് കുട്ടികളെ, 1000-ത്തിലധികം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പരീക്ഷ പാസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് പറയാണ്, നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോഴ്സ് എടുക്കുന്നത് കൺസിഡർ ചെയ്യുക. അതിന്റെ നമ്പേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിരുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിചാരിക്കുന്നത്. ഇതാ നമ്പേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ശരി, ഇനി അടുത്ത പരീക്ഷയാണ് RPF SI ആൻഡ് കോൺസ്റ്റബിൾ. RPF വളരെ പ്രധാനപ്പെട്ട, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ജോലിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ഉള്ളത്. ഇതിൽ 2 പരീക്ഷകൾ നടക്കും. RPFന്റെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയും നടക്കും, കോൺസ്റ്റബിൾ പരീക്ഷയും നടക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയും കോൺസ്റ്റബിൾ പരീക്ഷയും ഇതുവരെ നടത്തിയിരുന്നത് റെയിൽവേ ആണ്. ഇത്തവണ മുതൽ അത് നടത്താൻ പോകുന്നത് SSC ആണ്. അതായത് എല്ലാ വർഷവും ഇനി മുതൽ എന്ത് ചെയ്യും, ഈ പരീക്ഷ നടക്കും. ഈ വർഷം ഉണ്ടാവും, അടുത്ത വർഷം ഉണ്ടാവും, അതിന്റെ അടുത്ത വർഷം ഉണ്ടാവും, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും അവസരം ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഈ വർഷം കാണുന്ന നിങ്ങൾ ചിലപ്പോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പൊ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടായിന്ന് വരില്ല. അപ്പൊ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യണം. ഞാൻ ഇന്ന ദിവസം മുതൽ പഠിച്ചു തുടങ്ങണം, അടുത്ത വർഷത്തേക്ക് എനിക്ക് RPF ക്ലിയർ ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഓക്കെ, SSC GDക്ക് സിമിലർ ആണ് RPF എന്ന് പറയുന്നത്. ഈ നവംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ
ഈ RPF ഇനി മുതൽ SSC ആയിരിക്കും നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നവംബറിലായിരിക്കും പരീക്ഷ നടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, നവംബറിലാണ് നോട്ടിഫിക്കേഷൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരിയിലായിരിക്കും എക്സാം നടക്കാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10,000-ലധികം വേക്കൻസികൾ, നമ്മൾ ഓൾറെഡി അവരൊരു 60,000-ത്തിന്റെ അടുത്ത് വേക്കൻസി പറഞ്ഞു അല്ലെ, ഇവിടെ ഒരു 10,000 കൂടെ ആയി. അന്നേരം ഏകദേശം നമ്മൾ ഈ 2 പരീക്ഷയിൽ നിന്ന് 70,000-ലധികം വേക്കൻസികൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും വേക്കൻസിയാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ പരീക്ഷ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ഉണ്ടാവും. ഈ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. സാലറി വേരി ചെയ്യും. അതായത് കോൺസ്റ്റബിളിന് നമ്മൾ നേരത്തെ പറഞ്ഞ GDന്റെ അതേ സാലറി ആയിരിക്കും. സബ് ഇൻസ്പെക്ടർ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 35,000 മുതലാണ് ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് 35,000 മുതൽ ഏകദേശം 1,14,000-ന്റെ അടുത്ത് വരെയാണ് നിങ്ങൾ ബേസിക് പേ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുക. അതിന്റെ കൂടെ അലവൻസുകളും ഉണ്ടാവും. റെയിൽവേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകൾ അധികം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും വലിയൊരു സാലറി നിങ്ങൾക്ക് അവിടെ കിട്ടും, നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നതും ആണ്. അപ്പൊ വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾ ഇത്തവണ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് SSC GD ആണ്. രണ്ടാമതായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് RPF ആണ്. RPFന്റെ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 10th ലെവലാണ് വേണ്ടത്. SIക്ക് നിങ്ങൾക്ക് ഡിഗ്രി ലെവലാണ് വേണ്ടത്. അത് രണ്ടും ഓർത്ത് വെച്ചോളാം. ശരി, ഇനി അടുത്തൊരു പരീക്ഷയാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മറ്റൊരു സേനയാണ്, മറ്റൊരു പോലീസ് സേനയാണ്. ഈ പോലീസ് സേനയിൽ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓടിപ്പോയി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 30-ാം തീയതി അതിന്റെ അപ്ലിക്കേഷൻ തീരാൻ പോവാണ്. ഒക്ടോബർ 30 വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അവസരമുള്ളത്. ഇപ്പൊ പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. ഇനി ഇതിന്റെ യോഗ്യത +2 ആണ്, 10th അല്ല, +2 ആണ് ഇവിടുത്തെ യോഗ്യത വരുന്നത്. 10+2 ആണ് ഇവിടുത്തെ യോഗ്യത വരുന്നത്. പരീക്ഷ നടക്കാൻ പോകുന്നത് നവംബർ ഡിസംബറിലാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. നമ്മളെ ന്യൂസിലൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ ഡിസംബറിൽ നടക്കുന്നതാണ്. ഇത് ഏകദേശം 7,000-ലധികം വേക്കൻസിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം, ആദ്യം ഞാൻ 50,000 60,000 പറഞ്ഞു, പിന്നെ ഒരു 10,000 പറഞ്ഞു, ഇപ്പൊ ഒരു ഏകദേശം 7,000 എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വേക്കൻസിയാണ് ഇത്തവണ എക്സ്പെക്ട് ചെയ്യുന്നത്. സെയിം എന്താണോ നേരത്തെ പ്രൊസീജിയർ, അതേ പ്രൊസീജിയറാണ് ഈ എക്സാമിന് നടക്കുന്നത്. ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവും. ഇത്രയുമാണ് അവിടുത്തെ 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. സാലറി നമ്മുടെ SSC GDന്റെ സാലറി എന്താണോ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു സാലറി നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതാണ് CPO. ഇത് ഡിഗ്രി ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞു. ഈ വർഷം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷത്തേക്ക് അപ്ലൈ ചെയ്യാം. സാധാരണയായിട്ട് ഒരു 3,000 വേക്കൻസിയാണ് വരാറുള്ളത്. 3,000-4,000 റേഞ്ച് വേക്കൻസിയാണ് ഏറ്റവും കുറഞ്ഞത് വരാറുള്ളത്. ചില വർഷങ്ങളിൽ 10,000-ത്തിനടുത്ത് വരെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോ അതും നല്ലൊരു അവസരം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു പരീക്ഷയല്ല, ഒരു പ്രിലിംസ് ഉണ്ടാവും, അത് കഴിഞ്ഞൊരു മെയിൻസ് ഉണ്ടാവും. മെയിൻസ് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ്, മെയിൻസ് കഴിഞ്ഞല്ല ഫിസിക്കൽ ടെസ്റ്റ്, ആക്ച്വലി നമ്മളെ പ്രിലിംസ് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്, അത് കഴിഞ്ഞാൽ മെയിൻസ് ഉണ്ടാവും, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലും ഉണ്ടാവും. 4 സ്റ്റേജുകളാണ് അവിടെ പരീക്ഷ നടക്കുന്നുണ്ടാവുക. ഇനി അവിടുത്തെ സാലറി അത്യാവശ്യം നല്ല അടിപൊളി സാലറി ആണ് കേട്ടോ. 35,000 മുതലുള്ള ഒരു സാലറി നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബേസിക് പേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലവൻസുകൾ ഒരുപാട് ഉണ്ടെന്നുള്ളത് ഓർത്തോളൂ. അപ്പൊ ഇത് നല്ലൊരു അവസരമാണ്. ഇത്തവണ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണത്തേക്ക് വെക്കുക. അടുത്ത തവണത്തെ CPO പരീക്ഷ നിങ്ങൾ ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്ലൈ ചെയ്തിട്ടൊന്ന് എഴുതി നോക്കിയാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എങ്ങനെയാണ് ഈ പരീക്ഷ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മടിക്കരുത്. ആകെ 100 രൂപയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആൺകുട്ടികൾക്ക് വേണ്ട ഫീസ്. പെൺകുട്ടികൾക്കാണെങ്കിൽ ഈ പരീക്ഷകളൊക്കെ ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ ഈ SSCന്റെ പരീക്ഷകളെല്ലാം ഫ്രീ ആയിട്ടാണ് പെൺകുട്ടികൾ എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതി നോക്കാൻ അവസരമുണ്ട്. ഞാനിപ്പോ പറഞ്ഞ എല്ലാ പരീക്ഷകൾക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്, അവർക്കൊക്കെ വേക്കൻസികളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഈ പരീക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ കമന്റുകൾ ഇടാവുന്നതാണ്. സംശയങ്ങൾ ചോദിക്കാം. ചെറിയ സംശയങ്ങളാണെങ്കിൽ ഞാൻ അവിടെ തന്നെ റിപ്ലൈ ചെയ്ത് തരാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വലിയൊരു വീഡിയോ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. ഓക്കെ, അതാണ് ആ ഒരു പരീക്ഷ. ഇനി ഇപ്പോ നിലവിൽ എല്ലാ ആളുകളും ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എഴുതുന്ന പരീക്ഷയാണ് അഗ്നിവീർ. പരീക്ഷയെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ട, നിങ്ങൾ കുറെ നാളായിട്ട് ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ ഈ അഗ്നിവീർ പരീക്ഷ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആർമിന്റെയും നേവിന്റെയും എയർഫോഴ്സിന്റെയും വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും, അന്നേരം തന്നെ അപ്ലൈ ചെയ്യുക, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് പങ്കെടുക്കുക. ഇവിടുത്തെ പ്രശ്നം ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് ഇവിടെ വലിയൊരു വിഷയമാണ്. അതായത് നിങ്ങൾക്ക്
ഒരു 22-23 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ചെറിയ കുട്ടികൾക്ക്, അതായത് +2 കഴിയുന്ന ആളുകൾക്ക്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് അഗ്നിവീർ പരീക്ഷ. അതുകൊണ്ട് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതുക. എന്നാൽ ഇത്രയും അവസരങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ അവസരങ്ങൾ തന്നെ ഏകദേശം 1,00,000-ഓളം വേക്കൻസി ഈ ഒരൊറ്റ വർഷം ഉള്ളതാണ്. എല്ലാ വർഷവും ഇത്ര തന്നെ വേക്കൻസികൾ ഇങ്ങനെ റിപ്പീറ്റ് ആയി വരാറുണ്ട്. പക്ഷെ നിങ്ങൾ അറിയാറില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ അറിയാതെ ആയി പോരുത്. നമ്മൾ അറിയാതെ ആയി പോകുന്നത് കൊണ്ട് നമുക്ക് ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോരുത്. നമ്മൾ ഏജ് ഓവർ ആയി പോകുന്ന ഒരു സാഹചര്യം, ഏജ് ഓവർ ആയതിനു ശേഷം നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ 1,00,000 വേക്കൻസി ഞാനിപ്പോ പറഞ്ഞത് ഏകദേശം 1,00,000-ഓളം ഉള്ള വേക്കൻസികളാണ്. ആ വേക്കൻസികളിൽ ഒരെണ്ണം നിങ്ങൾ സെക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ അങ്ങനെ സെക്യൂർ ചെയ്തതിനു ശേഷം തിരിച്ച് ഈ വീഡിയോന്റെ അടിയിൽ തന്നെ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇന്ന് പരീക്ഷയെ പറ്റി അറിഞ്ഞത്. ഞാൻ അത് എഴുതി, എനിക്ക് ഇപ്പോ അതിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കട്ടെ. ഇനി ഞാൻ തുടക്കത്തിൽ മാറ്റി വെച്ച 1-2 ആൾക്കാരുണ്ട്. അതിൽ അഗ്നിവീറിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തു അല്ലെ. പിന്നെയുള്ളത് ഓഫീസർ പോസ്റ്റുകളാണ്. ഓഫീസർ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർമിയിലേക്കും അതുപോലെ തന്നെ നേവിയിലേക്കും എയർഫോഴ്സിലേക്കും നമുക്ക് ഓഫീസറായി ജോയിൻ ചെയ്യാൻ കഴിയും. കൂടുതലും +2 സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്കാണ് ഇതിന് അവസരമുള്ളത്. +2 സയൻസ് ഇപ്പൊ പഠിച്ച് ജസ്റ്റ് പാസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NDA എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ജോയിന്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അപ്കേറ്റ് പരീക്ഷ എഴുതാൻ പറ്റും. അപ്കേറ്റ് ഇല്ല, അപ്കേറ്റ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ് കേട്ടോ. അപ്പൊ ഈ 2 പരീക്ഷകളും പ്രധാനപ്പെട്ടതാണ്. ഈ 2 പരീക്ഷകൾ എഴുതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേവി, ആർമി, എയർഫോഴ്സ് ഇതിൽ 3ലേക്കും സെലക്ഷൻ കിട്ടും. അവിടെ നിങ്ങളെ അവർ ഓരോ കോഴ്സുകൾ പഠിപ്പിക്കും. ആ കോഴ്സുകൾക്ക് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓഫീസറായി ജോയിൻ ചെയ്യാൻ കഴിയും. ഇത് അഗ്നിവീർ അല്ല. നിങ്ങൾക്ക് പെർമനന്റ് ആയി ആർമിയിലെയോ നേവിയിലെയോ എയർഫോഴ്സിലെയോ ഓഫീസറായി ജോയിൻ ചെയ്യണമെങ്കിൽ ഈ പരീക്ഷകളാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിലോ നിങ്ങൾക്ക് ഏത് പരീക്ഷ എഴുതാൻ കഴിയും? അപ്കേറ്റ് എഴുതാൻ കഴിയും. ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്കേറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് സെലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ട്. ഞാൻ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ലൊരു യൂണിഫോം ജോലിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ അസിസ്റ്റൻസോ വേണമെങ്കിൽ, എങ്ങനെ പഠിക്കണം എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോ ഈ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. ഹാപ്പി ലേണിംഗ്.